Hello everyone, welcome back to my channel. It's time to tell the story. ഇന്ന് ഞാനൊരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വീഡിയോ വരാൻ കുറച്ച് വൈകിയതും. കുറച്ച് പടങ്ങളൊക്കെ ഇരുന്ന് കണ്ടുവെങ്കിലും ഒന്നും അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. അവസാനം എൻ്റെ ഒരു കസി റെക്കമെൻഡ് ചെയ്ത പടമാണിത്. 2014 പുറത്തിറങ്ങിയ ദ അഡ്മിറൽ റോറിൻ കറൻസ് എന്ന് പറയുന്ന കൊറിയൻ ഹിസ്റ്ററി മൂവിയാണ്. 15ാം നൂറ്റാണ്ടിൽ കൊറിയയിൽ ജാപ്പനീസ് ആക്രമണം നടക്കുന്ന സമയത്ത് ജപ്പാൻകാരുടെ 300ഓളം കപ്പലുകൾ അടങ്ങുന്ന നാവികസേനയ്ക്കെതിരെ വെറും 12 കപ്പലുകൾ മാത്രം വെച്ച് യുദ്ധം ചെയ്ത് ആ 300ഓളം കപ്പലുകളെ തുരത്തിയോടിച്ച ഒരു സേനാനായകന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. 2014 പുറത്തിറങ്ങിയ ദ അഡ്മിറൽ റോറിൻ കറൻസ്. 1597 കൊറിയയിൽ 2ാം ജാപ്പനീസ് ആക്രമണം നടക്കുന്ന സമയത്താണ് കഥ നടക്കുന്നത്. സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ ടോർച്ചർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇയാളാണ് നമ്മുടെ നായകൻ യേ ഷുൻഷിൻ. ഇദ്ദേഹം കൊറിയയുടെ ഒരു നാവികസേനാ തലവനാണ്. ഇവരെ ഇവരെന്തിനാ ടോർച്ചർ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ജപ്പാൻ ചാരനാല് കുറ്റം ചുമത്തപ്പെട്ടിട്ട് ഇദ്ദേഹത്തിന്റെ സേനാധിപത്യ സ്ഥാനം നഷ്ടപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്യണം. അതിന്റെ അടുത്ത സീനിൽ കാണിക്കുന്നത് ജൂലൈ മാസത്തിൽ കൊറിയയുടെ തന്നെ ജോസിയോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ നാവികസേന ചിൽച്ചിയോലിയോങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് തകർന്നു നശിക്കുന്നതായിട്ടാണ്. ജപ്പാൻ സൈന്യം അങ്ങനെ കൊറിയയിൽ ഒരു ദയോദാക്ഷിണ്യം ഇല്ലാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ജപ്പാൻകാര് കൊറിയയുടെ പല മേഖലകളും പിടിച്ചടക്കിയിട്ട് തലസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൊറിയയുടെ രാജാവ് സിയോൻജോ രാജാവ് പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ ഈക്ക് മാപ്പ് കൊടുക്കുകയും യഥാസ്ഥാനത്തേക്ക് അങ്ങോട്ട് നിയമിക്കുകയും ചെയ്യാണ്. അങ്ങനെ യഥാസ്ഥാനത്തേക്ക് തിരിച്ചു വന്നതും ഈ അവശേഷിക്കുന്ന കുറച്ച് സൈനികരും കപ്പലുകളുമായിട്ട് ചിൽച്ചിയോലിയോങ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്ക് യുദ്ധത്തിന് പോവാണ്. പക്ഷെ ആ യുദ്ധത്തിൽ നിന്ന് ഇയാള് അവശേഷിക്കുന്ന ഒരു 12 കപ്പലുകളായിട്ട് രക്ഷപ്പെട്ടിട്ട് തെക്കൻ കടലിൽ ഹെയ്നാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്യും. പക്ഷെ ഹെയ്നാമിന്ന് 20 കിലോമീറ്റർ അപ്പുറം ജപ്പാൻ സൈന്യം 300 മേലെ കപ്പലുകളായിട്ട് ഇവർ ആക്രമിക്കാൻ തയ്യാറായി ക്യാമ്പ് ചെയ്തിട്ടുണ്ടാവും. അവിടുന്ന് സിനിമയുടെ ടൈറ്റിൽ എഴുതി കാണിക്കുകയാണ് ദ അഡ്മിറൽ റോറിൻ കറൻസ്. സിനിമയുടെ തുടക്കത്തിൽ കൊറിയയുടെ സൈന്യം ക്യാമ്പ് ചെയ്തിട്ടുള്ള സ്ഥലം കാണിക്കുന്നു. അവിടെ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. സൈന്യത്തിലെ കുറച്ച് മെയിൻ ഓഫീസേഴ്സും സേനാധിപതി ഈയും പിന്നെ അദ്ദേഹത്തിന്റെ മകനുമാണ് അവിടെ ഉള്ളത്. അതിലൊരു ഓഫീസർ സേനാധിപതിനോട് ചോദിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് അവരുടെ കൂടെ ചേരണമെന്ന്. അപ്പൊ ഇയാൾക്ക് കാര്യം എന്താണെന്ന് പിടികിട്ടില്ല. നീ എന്തോ ഉദ്ദേശിക്കണേന്ന് ചോദിക്കും. അപ്പൊ ഈ ഒരു ഓഫീസർ ഒരു പുച്ഛച്ചിരിയിരിക്കും. സംഭവം എന്താണെന്ന് വെച്ചാൽ സേനാധിപതിക്ക് ഒരു രാജകൽപ്പന ഉണ്ടാവും. നാവികസേന പിരിച്ചുവിട്ടിട്ട് കരസേനയിൽ ഗോണിയൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സേനാധിപതിയുടെ കീഴിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പൊ ഇദ്ദേഹത്തിന് അതിന് ഒട്ടും താല്പര്യമില്ല. പക്ഷെ ഇയാളിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ബാക്കിയുള്ള സൈനികർ കൂടെ ബലി കൊടുക്കാനാണോ എന്നൊക്കെ ചോദിച്ച് ബഹളം വയ്ക്കുകയാണ്. സംഭവം ജപ്പാൻ സൈന്യം ഇവരെക്കാളും പല മടങ്ങ് വലുതാണ്. അതുകൊണ്ട് ഇയാൾക്ക് നല്ല പേടിയുണ്ട്. ഇയാൾക്കെന്നല്ല സൈന്യത്തിന് മുഴുവൻ നല്ല പേടിയുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഷുൻഷിന് ഒരനക്കം ഉണ്ടാവില്ല. ഇതിന്റെ ഇടയിൽ കൂട്ടത്തിലൊരു ഓഫീസർക്ക് ഈ സേനാധിപതിനെ ഇയാളിങ്ങനെ ചീത്ത പറയുന്നത് ഇഷ്ടപ്പെടാനുണ്ടാവില്ല. ആ ഓഫീസർ ഈ യൂഷാന്താടിനോട് പറയും നീ നമ്മുടെ സേനാധിപതിനോടാണ് സംസാരിക്കുന്നത് എന്നുള്ള ഓർമ്മ വേണമെന്ന്. അപ്പൊ ഈ യൂഷാൻ നേരെ ഇവന്റെ മെക്കിട്ട് കയറാൻ തുടങ്ങും. ഞാൻ നിന്റെ സീനിയർ ഓഫീസറാണ്, എന്ത് ധൈര്യം ഉണ്ടായിട്ടാ നീ എന്നോട് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഓഫീസർ പറയും നീ യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടിക്കാരൊക്കെ ഇവിടെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് നീയും വലിയ വാ തുറക്കാനൊന്നും നിൽക്കണ്ടാന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ യൂഷാന്താടിക്ക് ശരിക്കും കുരുപൊട്ടും. ഇയാൾ ടേബിളുമേ എന്താണ്ടൊക്കെ എടുത്താണ് തല്ലാൻ പോകുന്നുണ്ട്. സംഭവം വഷളാവണമെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ അഡ്മിറൽ ടേബിളുമേ 2 തട്ട് കെട്ടിട്ട് മിണ്ടാതിരിടാന്ന് പറയും. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ ഈ യൂഷാന്താടിയാണ് ഇപ്പൊ വരലുള്ള 12 കപ്പലുകളും യുദ്ധത്തിൽ നിന്ന് വലിയ കേടുപാടുകളൊന്നും ഇല്ലാതെ തിരിച്ചു കൊണ്ടുവന്നത്. ഊഷാൻ പിന്നെയും അഡ്മിറലിനെ കൺവിൻസ് ചെയ്യാൻ നോക്കും. അവര് വലിയ സൈന്യമാണ്, നമുക്ക് അവരോട് പിടിച്ചു വെക്കാനായിട്ട് ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ തന്നെ ഇവരുടെ സൈന്യത്തിൽ നിന്ന് ഒരുപാട് പേര് പിരിഞ്ഞു പോയിട്ടുണ്ട് പേടിച്ചിട്ട്. ഊഷാനും നല്ല പേടിയുണ്ട്. കാരണം അവരുടെ ക്രൂരതകളൊക്കെ ഇയാൾ നേരിട്ട് കണ്ടേക്കുന്നതാണ്. മാത്രമല്ല ഇതിനോടകം തന്നെ ഇവരുടെ 10,000ഓളം സൈനികർ മരിച്ചു കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അഡ്മിറലിനെ മറുപടി ആക്കാനായിട്ട് എല്ലാവരും നോക്കിയിരിക്കും. അപ്പൊ നമ്മുടെ അഡ്മിറൽ പറയും മീറ്റിംഗ് പിരിച്ചു വിട്ടേക്കണ്, എല്ലാവർക്കും പോവാന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ ഈ ഊഷാൻ ചാടി എഴുന്നേറ്റിട്ട് ഒച്ചെടുക്കാൻ തുടങ്ങും. അപ്പൊ തന്നെ മറ്റേ ചെറുപ്പക്കാരൻ ഓഫീസർ എഴുന്നേറ്റിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട, എല്ലാവരും പോയിട്ട് എല്ലാ സോൾജേഴ്സിനെയും ട്രെയിൻ ചെയ്തിട്ട് കപ്പലുകളൊക്കെ റിന്യൂ ചെയ്യടാന്ന് പറയും. അപ്പോഴും ഈ ഊഷാൻ അവിടെ തന്നെ നിന്നിട്ട് അഡ്മിറലിന്റെ മോനെ കണ്ണൂറ്റി പേടിപ്പിക്കുന്നുണ്ടാവും. അവനാണെങ്കിൽ വടി വിഴുങ്ങിയ പോലെ നിന്നിട്ട് ഇയാളുടെ അടുത്തേക്ക് ചെല്ലും. ഊഷാൻ രോഷം കൊണ്ടിട്ട് ടേബിളിൽ നിന്ന് ഇയാളുടെ ഹെൽമെറ്റ് എടുത്തുകൊണ്ട് മീറ്റിംഗ് ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോവും. എല്ലാവരും പോയി കഴിയുമ്പോൾ നമ്മുടെ അഡ്മിറൽ ഈ പ്രഷറൊന്നും താങ്ങാൻ പറ്റാതെ തളർന്നിരിക്കുന്നുണ്ടാവും. അടുത്ത സീനിൽ ജപ്പാൻകാർ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്ഥലം കാണിക്കുകയാണ്. 300ഓളം കപ്പലുകൾ പോർട്ടിൽ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ്. അവിടെ കൊറിയക്കാർ മുഴുവൻ ജപ്പാൻകാർ അടിമകളാക്കിയിട്ട് അവരുടെ പണി മുഴുവൻ ചെയ്യിപ്പിക്കുകയാണ്. അവിടെ ജപ്പാൻ നാവികസേനയുടെ തലവനും അയാളുടെ വലങ്കയും കൂടെ കൊറിയയുടെ രാജാവിനെ അതായത് കിങ് സിയോൻജോനെ പിടിച്ചു കിട്ടി എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കാനുള്ള പ്ലാനിങ്ങിലാണ്. ജപ്പാൻകാരുടെ പ്രധാനമന്ത്രി ഇയാളുടെ ആവശ്യപ്രകാരം വേറെ ആരെയോ അയക്കുന്നുണ്ട് കടൽ യുദ്ധത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് അവര് വരാൻ കാത്തിരിക്കുകയാണ് ഇയാള് നമ്മുടെ ഈനോട് യുദ്ധത്തിന് പോകാനായിട്ട്. അതായത് നമ്മുടെ കഥാനായകൻ കടൽ യുദ്ധത്തിൽ അത്രയും കേമനാണ്, അത് ശത്രുക്കൾക്കും അറിയാം. അതുകൊണ്ട് ഈ ഷുൻഷിനേക്കാളും കേമനായ ഒരാളെ വേണമെന്നാണ് ഈ ജപ്പാൻ തലവൻ അവരുടെ മന്ത്രിനോട് ആവശ്യപ്പെട്ടേക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഈയനെ കാണിക്കുകയാണ്. പുള്ളി ഒരു കപ്പലിൽ ഒറ്റയ്ക്കിരുന്ന് നേരത്തെ ഒരു രാജകൽപ്പനയുടെ കാര്യം പറഞ്ഞില്ലേ, അതിരുന്ന് വായിക്കുകയാണ്. ഇതുപോലത്തെ വലിയ സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നത് വെറുതെയാണ്, അതുകൊണ്ട് നേവി പിരിച്ചുവിട്ട് ഗോണിയോളുടെ കൂടെ കരസേനയിൽ ജോയിൻ ചെയ്യണമെന്നായിരിക്കും അത്.
പക്ഷെ ഇദ്ദേഹത്തിന് അതിന് കഴിയില്ല. അങ്ങോട്ട് മനസ്സത്രയും വേദനിക്കുകയാണ്. പെട്ടെന്ന് പുള്ളി ചുമച്ച് ചോര തുപ്പാൻ തുടങ്ങും. അടുത്ത സീനിൽ കൊറിയയുടെ കുറെ സൈനികര് ഒരു തീരത്ത് മരിച്ചു കിടക്കുന്നുണ്ട്. കുറെ പേരെ ജപ്പാൻകാര് ബന്ദിയാക്കി നിർത്തിയിട്ടുണ്ട്. അവിടെ തന്നെ കൊറിയയുടെ ഒരു ക്യാപ്റ്റൻ ബെയ് നിലത്ത് കിടന്ന് എഴയാണ്. അവർ ഇഞ്ചിഞ്ചായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ കുറെ ജനങ്ങളെയും ജപ്പാൻകാർ ബന്ദികളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അവിടെ കിടന്ന് അബോജി എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. കൊറിയയിൽ അബോജി എന്ന് വെച്ചാൽ അച്ഛനാണ്. അവന്റെ അച്ഛനാണത്. വേറൊരു കൊറിയക്കാരൻ അവന്റെ വാപത്തി പിടിക്കുന്നുണ്ട്. കാരണം ഇവൻ അയാളുടെ അടുത്തേക്ക് പോയാൽ അവനെയും അവർ കൊല്ലും. അപ്പൊ ബെയ് സർവ്വശക്തിയും സംഭരിച്ച് നിന്റെയൊക്കെ തല ഞാൻ എടുക്കൂടാന്ന് പറഞ്ഞ് വാളെടുത്ത് ഒരു ജപ്പാൻകാരനെ വെട്ടാൻ പോകുമ്പോഴേക്കും ബെയിനെ ആരോ ഷൂട്ട് ചെയ്യും. എല്ലാരും നോക്കുമ്പോൾ അവിടെ ഒരു മുഖമൂടി വെച്ച സ്നൈപ്പർ. ഇവനൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ഇവൻ എപ്പോഴും കാണിക്കുന്നത് ഒരു ഭീകരനായിട്ടാണ്. അപ്പൊ അവിടേക്ക് വേറെ ടീം കടന്നു വരികയാണ്. ഇവരൊരു ഭീകര സംഘമായിട്ടാണ് കാണിക്കുന്നത്. ഇവരൊരാളാണ് ഇപ്പൊ കണ്ട സ്നൈപ്പറും. സംഭവം ഇയാളെയാണ് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് ജപ്പാൻ പ്രധാനമന്ത്രി അയച്ചിരിക്കുന്നത്. കുറെ മുഖമൂടിക്കാര്. ഇവർ ശരിക്കും നാവികരൊന്നല്ല, ഭീകരന്മാരായിട്ടുള്ള കടൽക്കൊള്ളക്കാരാണ്. കടൽക്കൊള്ളക്കാരുടെ തലവൻ ഇവിടുത്തെ ഈ ജപ്പാൻ ലീഡർ അടുത്ത് വന്നിട്ട് മുഖംമൂടി മാറ്റും. ഒരു വടിമീശക്കാരൻ. ഇയാളെ നമുക്ക് അങ്ങനെ വിളിക്കാം. അപ്പൊ ഈ ഊത്തക്കവളം ചോദിക്കും, നീയാണോ മന്ത്രി അയച്ച ആളെന്ന്. അതേന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോകും. അപ്പൊ ഈ ജപ്പാൻകാരുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരാളുണ്ട്, അതായത് കൊറിയക്കാരുടെ ചാരൻ. ഇയാൾ ഇതെല്ലാം കാണുന്നുണ്ട്. പക്ഷെ നിസ്സഹായനായി നിൽക്കാന്നല്ലാതെ ഇയാൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഇവിടുത്തെ അവസ്ഥകളെല്ലാം ഇയാൾ നമ്മുടെ ഈക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഈക്ക് നമ്മുടെ സ്പൈയുടെ ലെറ്റർ കിട്ടിയാണ്. അതിൽ നമുക്ക് കൂടുതൽ ആളുകൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാകും. കാരണം അവിടെ നിറയെ നമ്മളെക്കാൾ 1000 മടങ്ങ് ആളുകളും 300 മേലെ കപ്പലുകളാണുള്ളത്. അവരിപ്പോൾ ചരക്കുകളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. കൂടാതെ കൊറിയക്കാരെ നിന്ന് അവർ പിടിച്ചുപറിയൊക്കെ നടത്തുന്നുണ്ട്. ജപ്പാൻകാരെ അവരെ മാക്സിമം ഉപദ്രവിക്കുകയാണ്. കുട്ടികളെയൊക്കെ വെടിവെച്ച് വന്നിട്ടാണ് അവർ ഉന്നം പരീക്ഷിക്കുന്നത്. ആരെങ്കിലും എതിർത്താൽ അവരുടെ മൂക്ക് മുറിക്കും. അതുപോലെയുള്ള കൊടും ക്രൂരതകളൊക്കെയാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ യുദ്ധത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പൊ അവർ 25,000 പേരടങ്ങുന്ന സൈന്യമായിട്ടാണോ വരുന്നതെന്ന് ചോദിക്കും. അതെ, കേട്ടത് ശരിയാണ്. മാത്രമല്ല നമ്മുടെ സൈന്യം ഇപ്പൊ നിലവിലില്ലാത്ത പോലെയാണ് അവരുടെ പെരുമാറ്റവും. അപ്പൊ പറയും, നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ തലസ്ഥാനം മുഴുവൻ ചോരക്കളമാവുന്നു. എന്നിട്ട് ഒരു മെസ്സേജ് ജൂൻസ എന്ന് പറയുന്ന, അതായത് നേരത്തെ നമ്മ കണ്ട ഇവരുടെ ചാരനില്ലേ അയാൾക്ക് കൊണ്ടുകൊടുത്തിട്ട് അതിന്റെ മറുപടി ആയിട്ട് വരാൻ ആ പട്ടാളക്കാരനോട് പറയും. ഉടനെ വരാമെന്ന് പറഞ്ഞ് അയാൾ പോകും. അപ്പൊ അവിടെ കപ്പലിന്റെ മേളിൽ നിന്നിട്ട് ഒരാള് കപ്പലിന്റെ പണി പൂർത്തിയായി എന്ന് പറഞ്ഞ് ഓളിയിട്ടുണ്ടാവും. കട്ട് ചെയ്ത് അടുത്ത സീനിൽ നമ്മുടെ മെസ്സഞ്ചർ പോകാൻ നേരം ഒരു ഊമ പെണ്ണ് വന്നിട്ട് ഒരു തകിട് കൊടുത്തിട്ട് എന്തൊക്കെയോ ആംഗ്യ ഭാഷയിൽ ഇയാളുടെ അടുത്ത് പറയുന്നുണ്ട്. അത് ഇയാളുടെ ഭാര്യയാണെന്ന് തോന്നുന്നുണ്ട്. ഇയാൾ ആ പെണ്ണിനോട് ഇതെന്റെ ദൗത്യം അല്ലെങ്കിലും ഞാനിത് സൂക്ഷിക്കാന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായില്ല, എന്താണെന്തോ. ആ പെണ്ണിന്റെ ആംഗ്യ ഭാഷ എന്താണെന്ന് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായ? അതിനെക്കുറിച്ച് ഇനി എന്തെങ്കിലും പറയായിരിക്കും. ഇയാൾ പോവാൻ നേരം ഭാര്യനോട് സൂക്ഷിച്ചോണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ പെണ്ണ് സൂക്ഷിച്ചോളം എന്ന് ആംഗ്യ ഭാഷയിൽ ഇയാളോട് പറഞ്ഞ് യാത്രയാക്കുന്നുണ്ട്. കട്ട് ചെയ്ത് അടുത്ത സീനിൽ ആർമി ജനറലിന്റെ അടുത്തേക്ക് ഈയിടെ ഒരാൾ വന്നേക്കാണ്. ഇവർക്ക് സൈന്യബലത്തിന് ആളെ ചോദിക്കാനായിട്ട്. പക്ഷെ ഈ രാജകൽപ്പന അനുസരിക്കാത്തതുകൊണ്ട് അയാൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. മാത്രമല്ല ഈയുടെ ആരോഗ്യനില വളരെ മോശമാണെന്ന് അയാൾക്ക് അറിയാമെന്ന് പറയും. അപ്പൊ ഈയുടെ ആള് പറയും അതിന് കാരണക്കാരനും നിങ്ങൾ തന്നെയാന്ന് പറയും. ഇപ്പോഴാണ് നേരത്തെ ഈ ചോര തുപ്പിയതിന്റെ കാരണം മനസ്സിലായത്. കാരണം ഫസ്റ്റ് ഈ കൊറിയക്കാരുടെ തടവില് കുറച്ചാൾ കിടന്ന് നരഹത്യൊക്കെ അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെ സംഭവിച്ചേക്കുന്നതാണ് അത്. പക്ഷെ ഇയാള് ഇവനെ പിടിച്ച് പൂട്ടിയിടാൻ പറയും. ഇയാള് പിന്നെയും കുറെ കരഞ്ഞും കെഞ്ചിയൊക്കെ ജനറലിനോട് അവർക്ക് ആളെ വേണം, അവിടുത്തെ സ്ഥിതിയൊക്കെ വളരെ മോശമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ജനറൽ വീണ്ടും പറയും ഇവനെ പിടിച്ച് പൂട്ടിയിടാൻ. ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ പറ്റാതെ അവിടെ കുറച്ച് ഗുരുക്കന്മാര് നിൽക്കുന്നുണ്ട്. അവർ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. ഇയാൾ പോവാൻ നേരം അലമുറയിട്ടിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് പറഞ്ഞിട്ടുണ്ട് കടലിൽ അധികാരം നഷ്ടപ്പെട്ട ചോസിയോന്റെ അധികാരം നഷ്ടപ്പെടുമെന്ന്. തൊട്ടടുത്ത സീനിൽ മറ്റേ ജപ്പാന്റെ അധികാരിയുടെ അടുത്തേക്ക് മറ്റേ കൊള്ളക്കാരൻ വന്നേക്കാണ്. അതായത് നമ്മുടെ വടിമീശ. അപ്പൊ ഈ ജപ്പാന്റെ അധികാരിയുടെ കൂടെയുള്ള യൂത്തക്കവളിന് ഈ വടിമീശനെ വലിയ ഇഷ്ടാവുണ്ടാവില്ല. കാരണം ഇയാളാണ് ഇവരുടെ നേവിനെ കൺട്രോൾ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഇവർ കാണുമ്പോൾ പോട്ടിയാണ്. അപ്പൊ ഈ യൂത്തക്കവള വടിമീശനോട് പറയുന്ന പോലെ ചെയ്യാത്ത എളുപ്പമല്ലാന്ന്. അതായത് ഈ അത്ര നിസ്സാരക്കാരനൊന്നല്ല, നീ പറയണ ഒരു പൂ പോലെ കൊല്ലാനായിട്ട്. ഇത് കേട്ടിട്ട് വടിമീശ ഇയാൾ ആക്കുന്നുണ്ട്. അതായത് ഇയാൾ പേടിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് പറഞ്ഞിട്ട്. അത് ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല. ഇവര് തമ്മിൽ അതിനിടയിൽ തല്ലാവുന്നുണ്ട്. വാളെടുത്ത് വെട്ടാനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഈ വടിമീശ സ്റ്റൈലായിട്ട് തലവന്റെ അടുത്തേക്ക് വന്നിട്ട് ഈ ഷുൻഷിൻ എന്തായാലും എന്റെ കൈ കൊണ്ട് തന്നെ ചാവും എന്നുള്ളത് ഉറപ്പാന്ന് ധൈര്യമായിട്ട് പറയും. ഇയാളുടെ കോൺഫിഡൻസ് കണ്ടിട്ട് തലവൻ മറ്റേ ഊത്തക്കവളുടെ പെരുമാറ്റത്തിന് ക്ഷമ ചോദിച്ചിട്ട് ഇയാളോട് വന്നിരിക്കാൻ പറഞ്ഞ് ഇയാളെ സൽക്കരിക്കുന്നുണ്ട്. അടുത്ത സീനിൽ ഈ അങ്ങോരെ വാളുമ്പോ നോക്കിയിരിക്കുന്നതാണ്. അതും എഴുതിയിട്ടുണ്ടാവും വൺ സ്വിംഗ് ഓഫ് ദിസ് സ്വാർഡ് ബ്ലഡ് വിൽ സ്പ്രെഡ്. അതായത് ഈ വാളിന്റെ ഒറ്റ വീശ് മതി രക്തം ചീന്താൻ. ഈ അങ്ങോരെ മരിച്ചുപോയ അമ്മേനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങേരുടെ മോൻ അങ്ങോട്ട് കഴിക്കാനുള്ള ഭക്ഷണമായിട്ട് വരുന്നുണ്ട്. അവരിരുന്ന് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. അതിന്റെ ഇടയിൽ അവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അപ്പൊ പറയണ് ഇത് റോയൽ ഫുഡാണ്, വളരെ വിലപിടിപ്പുള്ള ഭക്ഷണമാണ്, എന്നും നമുക്കിത് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവിടെ കഞ്ഞിയും ഉണക്കമീനും പിന്നെ വേറെ എന്തൊക്കെയോ ഇരിക്കുന്നുണ്ട്. ഞാൻ കളിയാക്കിയതല്ല, അക്കാലത്ത് റോയൽ ഫുഡ് എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ ആയിരുന്നിരിക്കണം. അപ്പൊ ഈ മോൻ പറയുന്നുണ്ട് ഈയുടെ അടുത്ത്, അതായത് ഇങ്ങോരുടെ അമ്മയുടെ സമാധി ഉണ്ടല്ലോ, അതായത് ഇവന്റെ മുത്തശ്ശിയുടെ സമാധി, അത് ശരിക്കും ഒരു താൽക്കാലിക സമാധിയാണ്. ശരിക്കും അവർക്ക് മരിച്ചതിന് ശേഷം ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ മോൻ പറയുന്നുണ്ട് ഇങ്ങോർക്ക് വയ്യാത്ത ഈ കാരണവും പറഞ്ഞുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി മുത്തശ്ശിക്ക് വേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തുകൂടെയെന്നു. ഈ സൈന്യത്തിനെ കരസേനയോടൊപ്പം ചേരാൻ അനുവദിച്ചാൽ മാത്രം മതി. പക്ഷെ ഇയാൾ അതിനൊന്നും തയ്യാറല്ല.
മോൻ ചോദിക്കുന്നുണ്ട്, രാജാവ് നിങ്ങളോട് ചെയ്തൊക്കെ മറന്നോ? ആർക്കു വേണ്ടി യുദ്ധം ചെയ്യണത്? ജനങ്ങൾക്ക് അവരുടെ കാര്യം മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇയാൾ ഒട്ടും സമ്മതിക്കുന്നുണ്ടാവില്ല. ഇയാളുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം ഈ പറയണ്, ഞാനിതെല്ലാം ചെയ്യുന്നത് വിശ്വസ്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സൈന്യാധിപന്റെ കർത്തവ്യം രാജാവിനോട് വിശ്വസ്തനായിരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഒരു രാജാവിന്റെ കർത്തവ്യം ജനങ്ങളോട് വിശ്വസ്തനായിരിക്കുക എന്നതുമാണ്. അടുത്ത സീനിൽ ഈയുടെ ക്യാമ്പിലേക്ക് ഒരു ബോട്ട് വന്നടിയാണ്. അതിൽ നേരത്തെ ജപ്പാൻകാർ ഒരു ക്യാപ്റ്റനെ കൊന്നില്ലേ, ക്യാപ്റ്റൻ ബെയ്യുടെ തല അതിൽ കെട്ടി തൂക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഒരു ബാനറിൽ തല പോവാതിരിക്കാൻ സൂക്ഷിച്ചോളാന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരാള് ബോട്ടിന് താഴെയുള്ള ഒരു പായ മാറ്റി നോക്കുമ്പോൾ അതിൽ നിറച്ചും തലകൾ. അത് കഴിയുമ്പോൾ ഈ തലകളൊക്കെ ഒരു സംസ്കരിക്കാൻ നേരം മറ്റേ മെസ്സഞ്ചറുടെ ഭാര്യ ഉണ്ടല്ലോ, ആ ഊമ പെണ്ണ്, അതിന്റെ ഭർത്താവ് അതിനകത്ത് ഉണ്ടോന്ന് നോക്കാനായിട്ട് ഈ തലകളൊക്കെ വന്ന് തപ്പുന്നുണ്ട്. എന്താ അവസ്ഥ അല്ലേ? അപ്പൊ ഒരു സോൾജിയർ വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട്. അടുത്ത സീനില് ഈ ജപ്പാൻ കൊള്ളക്കാരെ കാണിക്കുകയാണ്. അവിടേക്കും മറ്റേ ഊത്തക്കവളം വന്നിട്ട് ഈ വടിമീശൻ എന്തൊക്കെയോ പറഞ്ഞ് പിരിയേറ്റുന്നുണ്ട്. അപ്പൊ ഈ ഊത്തക്കവളം എന്ന് പറയുന്നത് ഈ ഷിൻഷിനായിട്ട് മുമ്പൊരു യുദ്ധത്തിൽ തോറ്റോടിക്കുന്ന ഒരാളാണ്. അപ്പൊ അത് പറഞ്ഞിട്ട് ഈ വടിമീശ തിരിച്ച് ഇയാളെ പിരികേറ്റാണ്. ഇവരവിടെ കിടന്ന് അടിയാവാണ്. വടിമീശ നേരെ അയാളുടെ കഴുത്തിൽ കത്തി വെച്ചിട്ട് നിന്നെ പോലെ പേടിയുള്ളവന്മാര് വാളുമീശ എന്റെ അടുത്തേക്ക് വന്ന തീർത്തളയെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതിന്റെ അടുത്ത സീനില് ഈ വടിമീശയും മറ്റേ ആ സ്നൈപ്പർ ഉണ്ടല്ലോ, അവന്റെ മുഖപ്പാണ് കാണിക്കുന്നത്. ഒരു സുന്ദരി ചെക്കൻ. അങ്ങനെ വിളിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവൻ സുന്ദരനാണ്, പക്ഷെ ഇവന് പെണ്ണുങ്ങളുടെ മുഖമാണ്. ഇവനോട് നമ്മുടെ വടിമീശ അയാളുടെ കഥ പറയുന്നു. അതായത് അയാളുടെ സഹോദരൻ അവരെ പ്രധാനമന്ത്രിയുടെ സേവകനാർന്നിരിക്കുള്ളൂ. കഴിഞ്ഞൊരു യുദ്ധത്തിൽ ഈ ഷിൻഷിനാണ് അയാളെ കൊന്നത്. അതും ഈ വടിമീശനെ യുദ്ധത്തിൽ സഹായിക്കാൻ വരുന്ന വഴിയിൽ. അതുകൊണ്ട് വടിമീശയ്ക്ക് ഇതൊരു പ്രതികാരം കൂടിയാണ്. മാത്രമല്ല ഈ ജപ്പാൻകാരുടെ പ്രധാനമന്ത്രി എന്തോ ഒരു അസുഖം ബാധിച്ച് ഇനി 1 വർഷം കൂടെ ജീവിച്ചിരിക്കുള്ളൂ. ജോസിയോന്റെ പതനം അയാൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മരിക്കും മുമ്പേ അയാൾക്ക് അയാളുടെ ആഗ്രഹം സാധിച്ചും കൊടുക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഹാരോനോട് വടിമീശ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. അവൻ തലാട്ടുന്നുണ്ട്. ഹാരോ എന്നാണ് അവന്റെ പേര്. ഇവൻ ടെറർ ആണെങ്കിലും ഇവൻ ഈ പടത്തിൽ ഡയലോഗുകളൊന്നുമില്ല. ഇവനേലും കൂടുതൽ ഡയലോഗുകൾ മറ്റു ഊമ പെണ്ണിനുണ്ട്, ആംഗ്യഭാഷയിലാണെങ്കിൽ പോലും. ഈ പടത്തിൽ ഡയലോഗ് ഇല്ലാത്ത 2 കഥാപാത്രങ്ങളാണ്, ഊമ നായികയും ഉരിയാട വില്ലനും. പക്ഷെ നമ്മുടെ മെയിൻ വില്ലൻ പൊളിയാട്ടോ, നമ്മുടെ വടിമീശ. നേരത്തെ മറ്റേ തടവുകാരെ തലയൊക്കെ വെട്ടി അയച്ചത് പുള്ളിയാണ്. അത് പുള്ളിയുടെ മുഖം കോമഡി ആണെങ്കിലും വില്ലത്തരങ്ങൾ നൈസാണ്. അത് പിന്നെ ഒരു കുറ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ 15-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണിത്. ആ കാലഘട്ടത്തിലെ ജാപ്പനീസ് സ്റ്റൈലാണ് അവർ മേക്കിങ്ങിൽ കൊണ്ടുവന്നേക്കുന്നത്. ശരിക്കും ഒരു ആക്ടർ ചുള്ളനായിട്ടുള്ള ഒരാൾ തന്നെയാണ്. അടുത്ത സീനിൽ ഈയുടെ ക്യാമ്പ് കാണിക്കുകയാണ്. അവിടെ ഇവരുടെ സോൾജേഴ്സിൽ ഒരുത്തൻ പേടിച്ചോടാൻ നോക്കിയിട്ട് അവനെ പിടിച്ചെട്ടി കൊണ്ടുവന്നേക്കാണ്. പേടിച്ചോടാണ്ടായ കാരണം പറയാണ്. അതായത് അവന്റെ കൂടെ 6 വർഷത്തോളം ഉണ്ടായിരുന്ന അവന്റെ സുഹൃത്തുക്കളൊക്കെ യുദ്ധത്തിൽ മരിച്ചിട്ട് അവന്റെ കൈ കൊണ്ടാണ് അവൻ കുഴിച്ചുമൂടി എന്നുള്ള കാര്യം പറയുന്നത്. അപ്പൊ ഇനിയും അവന് അങ്ങനത്തെ ഒരു സാഹചര്യം നേരിടാനുള്ള മനക്കരുത്തില്ലാത്തതുകൊണ്ടാണ് അവൻ ഇവിടെ ഒളിച്ചോടാൻ തീരുമാനിച്ചത്. ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കെ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുകയാണ്. ഇവൻ പറഞ്ഞു കഴിയുമ്പോൾ ഈ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് അയാളുടെ വാളെടുത്ത് ഇവന്റെ തലയ്ക്ക് ഒറ്റ വെട്ടാണ്. എല്ലാവരും അന്താളിച്ചു പോകും. കാരണം ആരും പ്രതീക്ഷിക്കുന്നില്ല ഈ ഇങ്ങനെ ചെയ്യുന്നു. ഈ ഊശാനെ നോക്കിയിട്ട് ഏതവസരത്തിൽ അച്ചടക്കം പാലിക്കണം മനസ്സിലായി എന്ന് ചോദിക്കുന്നുണ്ട്. ഊശാനാണെങ്കിൽ പേടിച്ച് വിറങ്ങലിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പൊ അയാളുടെ കൂടെയുള്ള ആള് പറയുന്നുണ്ടാവും, ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് ഒരിക്കലും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളെല്ലാരും ചാവടാന്ന്. അപ്പൊ ഊശാൻ പറയുന്നുണ്ട്, ഇല്ല ഞാൻ എന്തായാലും ഒരു വഴി കണ്ടെത്തുന്നു. അടുത്ത സീനില് അഡ്മിറലും ആ ഒരു കമാൻഡറും പിന്നെ നേരത്തെ കണ്ടില്ല ഒരു അപ്പാപ്പൻ, അങ്ങനെ ആ കപ്പലിന്റെ മേസ്തിരിയാണ്. ഇവര് 3 പേരും കൂടെ യുദ്ധം നടക്കാൻ പോകുന്ന ആ ഒരു കടലിടുക്കിലേക്ക് പോയി നോക്കിയാണ് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയെന്ന് അറിയാനായിട്ട്. ഈ അപ്പാപ്പൻ ഈ കാര്യത്തിലൊക്കെ പുലിയാന്ന് തോന്നുന്നുണ്ട്. പുള്ളി പറയുന്നുണ്ട് കടലെടുക്ക് ഇവിടെ ഒരു സ്തംഭനം സൃഷ്ടിക്കുന്നുണ്ട്, അതിവിടെ ശക്തമായിട്ടുള്ള ഒരു അടിയൊഴുക്ക് ഉണ്ടാക്കും, അതുകൊണ്ട് ഒരു കപ്പലിലും അതിനകത്തുനിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ കമാൻഡർ ചോദിക്കുന്നുണ്ട് അത് ഇവിടെയാണോ എന്ന്. കടലിന്റെ സാഹചര്യം ശത്രുക്കൾക്ക് അനുകൂലമാണ്, അതവർ മുതലെടുത്ത് യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ച് ഇവരെ പെട്ടെന്ന് തന്നെ തകർക്കാൻ പറ്റും. അപ്പൊ അവന്റെ കയ്യിൽ നിന്ന് ആ തീപ്പന്തം വാങ്ങിച്ചിട്ട് ഈ കടലിനടുത്തേക്ക് ഒന്നുകൂടെ ചേർന്ന് പോയി നോക്കുന്നുണ്ട്. അപ്പൊ അപ്പാപ്പൻ പറയുന്നുണ്ട് ഇതൊന്നല്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം ചുഴിയാണ്. അപ്പൊ ഒരു സൗണ്ട് വരുന്നുണ്ട്, അത് കേട്ട് ഇവർ പേടിക്കുന്നു. ഇയാൾ പറയുന്നു അതൊരു മനുഷ്യന്റെ അലർച്ച പോലെ ഉണ്ടെന്ന്. ആ സൗണ്ട് എന്താന്ന് വെച്ചാൽ വലിയ ചുഴികൾ രൂപപ്പെടുമ്പോഴാണ് അങ്ങനത്തെ ശബ്ദം വരുന്നത്. പക്ഷെ ആമക്കപ്പൽ ഉണ്ടെങ്കിൽ നമുക്ക് മുൻനിരേനെ തകർക്കാനായിട്ട് പറ്റും. അങ്ങനെയാണെങ്കിൽ പിൻനിരേനെ ബാക്കിയുള്ള കപ്പലുകൾ വെച്ചിട്ട് പീരങ്കി ഉപയോഗിച്ച് നമുക്ക് തകർക്കാനായിട്ട് സാധിക്കും. അപ്പാപ്പൻ പറയുന്നുണ്ട് വേലിയേറ്റ സമയത്ത് കടല് ഭയങ്കര ശാന്തമായിരിക്കും. 2 ദിവസത്തിനകം ശക്തമായ വേലിയേറ്റം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് യുദ്ധത്തിൽ പിടിച്ചെടുക്കാനായിട്ട് പറ്റില്ല. അടുത്ത സീനിൽ ഇവർ പണിത് വെച്ചിരിക്കുന്ന ടേർട്ടിൽ ഷിപ്പ് കാണിക്കുകയാണ്. തൊട്ടടുത്തുള്ള ഷിപ്പിൽ ഈ മോനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഷിപ്പുമാണ് ഈയുടെ എല്ലാ പ്രതീക്ഷയും. അപ്പൊ ഈനോട് മോൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ യുക്തിയിൽ ടേർട്ടിൽ ഷിപ്പ് മാത്രമാണ് പരിഹാരമെന്ന്. അപ്പൊ ഈ പറയണ് എന്റെ യുക്തി ഒന്നല്ല, ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം ഭയമാണ്. ഭയം നമ്മുടെ ആൾക്കാരിൽ പടർന്നു പിടിച്ചേക്കാണ്. അപ്പൊ ഈയുടെ മോൻ അങ്ങോർക്ക് കുടിക്കാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അതിനെ അതിജീവിക്കാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും ഇല്ലേന്ന്. ഒരുപക്ഷെ നമ്മൾ യുദ്ധം തോറ്റുപോയാൽ എന്ത് ചെയ്യും? ഇന്നത്തെ പോലെ സ്വന്തം ആളുകളുടെ തലയെടുത്താൽ എല്ലാവരും അച്ചടക്കം പാലിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ മാർഗത്തിലൂടെ നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയും നമ്മൾ അതിന് ഉപയോഗിക്കണമെന്ന്. അപ്പൊ അവനാ കൺഫ്യൂഷൻ ആവും. അവൻ ചോദിക്കും ബൈത്ത് എങ്ങനെയാണ് അനുകൂലമായിട്ട് ഉപയോഗിക്കാന്ന്. അടുത്ത സീനിൽ കപ്പലിൽ ഈ കിടന്ന് ഉറങ്ങിയാണ്. പുള്ളി മരിച്ചുപോയ സൈനികരെയൊക്കെ സ്വപ്നം കാണുകയാണ്. അവിടുന്ന് പുള്ളി ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ
അവരൊക്കെ വാദിക്ക് വന്ന് നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടി പകരം ചോദിക്കുമെന്ന് പറയുന്നുണ്ടാവും. അപ്പൊ ഈ പറയും, നിങ്ങളെ കണ്ടത് നന്നായി, വരൂ ഹോങ്കു, വരൂ ചോയ്, വരൂ ക്യാപ്റ്റൻ ലീ, വന്ന് എന്റെ ഈ വെള്ളം സ്വീകരിക്കുമെന്ന് പറയും. പക്ഷെ അവരാരും അത് വാങ്ങാതെ തിരിഞ്ഞു പോകും. ഈ കരഞ്ഞിട്ട് അവരെ പിന്നാലെ ചെല്ലുന്നുണ്ട്. പക്ഷെ അവരാരും ഈനെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ആ സമയത്ത് തന്നെ ഇയാളിങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ കുറച്ച് മോമുടിക്കാർ ഇയാളെ കൊല്ലാനായിട്ട് വരുന്നുണ്ട്. ഭാഗ്യത്തിന് അപ്പൊ തന്നെ പുള്ളിയുടെ മോനും അവിടേക്ക് കടന്നു വരുന്നുണ്ട്. അവൻ അച്ചാന്ന് വിളിച്ച് വരുന്നതും ഈ തിരിയണതും ഒരു മോമുടിക്കാരൻ ഈന്റെ മേലേക്ക് കത്തിയെറിയും. ഭാഗ്യത്തിന് അത് ഷോൾഡർമേണ് കൊള്ളാം. ഈ അവനെ മടക്കി അടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഇവരെ ടേർട്ടിൽ ഷിപ്പിൽ നിന്ന് കത്തണുണ്ടാവും. ഇതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ അന്താളിച്ച് ഈ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. പുള്ളി ഷിപ്പിന്റെ അങ്ങടേക്ക് ഓടെയാണ്. കാരണം പുള്ളിയുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ടേർട്ടിൽ ഷിപ്പ്. അപ്പൊ തന്നെ മറ്റേ ചെറുപ്പക്കാരൻ പട്ടാളക്കാരൻ അവിടേക്ക് വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഈയുടെ മോൻ അവരെല്ലാവരും തീർത്തിട്ടുണ്ടാവും. പക്ഷെ അവന് ഷോൾഡറും ഒരു വെട്ട് വെറ്റിട്ടുണ്ടാവും. ചെറുപ്പക്കാരൻ ഓഫീസർ മൗമുടിക്കാരൊക്കെ മൗമുടി മാറ്റി നോക്കുമ്പോൾ ഊഷാന്റെ ആൾക്കാരെന്ന് മനസ്സിലാവും. നേരെ അവൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഊഷാൻ ഒരു വഞ്ചി എടുത്ത് രക്ഷപ്പെടാൻ നോക്കണുണ്ടാവും. അപ്പോൾ ഊഷാൻ ഓളിയിട്ട് അവരോട് പറയണ്, നിങ്ങൾക്കൊക്കെ പ്രാന്താണോടാ ആ കിളവന്റെ വർത്താനം കേട്ടിട്ട് ചാവാനായിട്ട്? ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗം കണ്ടെത്തി. വേണമെങ്കിൽ എൻ്റെ കൂടെ പോന്നോ? അയാൾ നിങ്ങളൊക്കെ നരകത്തിലേക്കാണ് നയിക്കണേ. ഇത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ നമ്മുടെ യങ് കമാൻഡർ ഡംബോ എന്ന് അവന്റെ നെഞ്ചത്ത് ഇറക്കും. അടുത്തൊരു അമ്പെടുത്ത് പിടിക്കുമ്പോഴേക്കും ഊഷ മരിച്ചു വീണിട്ടുണ്ടാവും. ഇതാണ് പറയണത്, അകലെയുള്ള ശത്രുക്കളെക്കാളും കൂടുതലുള്ള കരടുകൾ വേണം ആദ്യം ഒഴിവാക്കാനെന്ന്. അപ്പൊ ഇവിടെ കപ്പൽ മുഴുവനായിട്ടും കത്തി നശിച്ചിട്ടുണ്ടാവും. ഈ സഹിക്കാൻ പറ്റാതെ അലമോർ ഇടണുണ്ടാവും. കാരണം ഇയാളുടെ എല്ലാ പ്രതീക്ഷയും ഈ ടേർട്ടിൽ ഷിപ്പുമേർന്നു. അപ്പൊ തന്നെ പുള്ളിയുടെ മോനും വരുന്നുണ്ട്. അവനും പറയും, നമുക്കിനൊന്നും ചെയ്യാനില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറയും. അപ്പൊ തന്നെ ആ കപ്പലിന്റെ ഫ്രണ്ടിലെ ഡ്രാഗണിന്റെ തല അടർന്ന് താഴേക്ക് വീഴും. ഈയും അദ്ദേഹത്തിന് മോനും കൂടെ സഹിക്കാൻ പറ്റാതെ അലമുറയിടുന്നുണ്ട്. ഈ ഒരു കപ്പൽ വെച്ചിട്ടാണ് പുള്ളി യുദ്ധം ചെയ്യാതിരുന്നത്. ഇനി യുദ്ധം ചെയ്യാനായിട്ട് ഇവരിൽ കാര്യമായിട്ട് ഒന്നുമില്ല. കട്ട് ചെയ്ത് അടുത്ത സീനിൽ ഇവിടെ ജപ്പാന്റെ തലവൻ എന്തോ ഒരു ബാനർ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അയാളുടെ ആൾക്കാർ വന്നിട്ട് ഈ വിവരം അറിയിക്കും. അതായത് ഈ ഷുൻഷിന്റെ ടേർട്ടിൽ ഷിപ്പ് കത്തിയകാരൻ. ഈ കാര്യം ഇവരെ അറിയിച്ചത് ഇവരുടെ ഒരു ചാരനാണ്. അതായത് ഇവരുടെ ഒരു ചാരൻ അവരുടെ കൂട്ടത്തിലുണ്ട്, അവരുടെ ഒരു ചാരൻ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ഈ പടത്തിൽ ഈ ജപ്പാൻകാരെയൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. കാരണം വെച്ചാൽ ഇവരുടെ ഹെയർ സ്റ്റൈലൊക്കെ ഒരു പ്രത്യേകതയാണ്. കഷണ്ടിയുമ്പോൾ പൂത്തിരി എത്തിച്ച പോലെ. പിന്നെ വേഷമാണെങ്കിൽ രാജാപ്പാട്ട് വേഷവും മറ്റേ നാടകക്കാരൊക്കെ പോലത്തെ. ഇതറിയുമ്പോൾ ഇയാൾ നല്ലപോലെ സന്തോഷിക്കുന്നുണ്ട്. അതായത് ഈ ഷുൻഷിന് ഇനി ഒരു ടേർട്ടിൽ ഷിപ്പ് പോലും അവശേഷിക്കുന്നില്ല എന്നറിയുമ്പോൾ. അപ്പോഴാണ് ഇയാൾ നേരത്തെ എഴുതിക്കൊണ്ടിരുന്ന ബാനർ എന്താണെന്ന് കാണിക്കുക. തൈത്തോ മൊമോൻ, ഡോണ്ട് ലുക്ക് ബാക്ക് when the only curse is forward. അതായത് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും പിന്നോട്ട് നോക്കരുത്. അപ്പൊ ഇങ്ങേരി വലങ്കൈ പറയുന്നുണ്ട്, അങ്ങേരി വാക്കുകൾ ശരിക്കും പ്രചോദനം നൽകുന്നുണ്ടെന്ന്. ഇങ്ങനെ ഒരു നിർണായക ഘട്ടത്തിന് വേണ്ടി രചിക്കപ്പെട്ട വാക്കുകളാണ് ഇതെന്ന്. ഇങ്ങനെ 2 പാട്ടായിട്ട് ഇടേണ്ടി വരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ഈ പടത്തിൽ എല്ലാ സീനും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അതുകൊണ്ടൊന്നും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ലാഗാക്കില്ല. അടുത്ത ദിവസം തന്നെ ഞാൻ പാർട്ട് 2 എന്താണ് കുറച്ചുകൂടെ എഡിറ്റ് ചെയ്ത് തീർക്കാറുണ്ട്. ഇതെന്റെ ആദ്യത്തെ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. അടുത്ത വീഡിയോയിൽ ഞാൻ പരിഹരിക്കുന്നതായിരിക്കും.